ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊല്യൂട്ടൻസിൻ്റെ ക്ലാസിഫിക്കേഷനും പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പൊല്യൂട്ടൻസ് ഏതാണെന്നും അതെങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ലാസ്റ്റ് ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും ആണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് സെക്കൻഡറി പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ അകത്തുള്ള കാർബൺ മോണോക്സൈഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതെന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ്, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞതാണ്. നമുക്ക് ഇനി ഇപ്രാവശ്യം നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർബൺ മോണോക്സൈഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. സോ അതിൻ്റെ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ കോസസ്, പിന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ, അതേപോലെ തന്നെ പ്ലാന്റേഷൻ്റെ അകത്തും വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മളുടെ പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ അകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ സെക്ഷനിൽ, രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. സെക്കൻഡ് തിങ് ഈസ് സൾഫർ ഡയോക്സൈഡ്. അറിയായിരിക്കും, SO2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കെമിക്കൽ ഫോർമുല വരുന്നത്. SO2 എന്ന് പറഞ്ഞാൽ ഡൈ ഓക്സൈഡ് ആണ്. സോ 2 ഓക്സിജൻ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, സോ SO2 അഥവാ സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് സൾഫർ ഡയോക്സൈഡിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർബൺ മോണോക്സൈഡ് കഴിഞ്ഞു, അതിന് പുതിയതായിട്ട് തുടങ്ങിയാണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ സൾഫർ കണ്ടെയ്ൻ ചെയ്യുന്ന ഫോസിൽ ഫ്യൂൾസ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോള് അല്ലെങ്കിൽ ഓയിൽ, നമുക്ക് നാച്ചുറൽ ഓയിലൊക്കെ ഉണ്ടല്ലോ, സൾഫർ കണ്ടന്റ് ഉള്ള മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ കണ്ടന്റ് ഉള്ള ഫോസിൽ ഫ്യൂൾസ്. ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് എന്ത് വരുന്നത്, സൾഫർ ഡയോക്സൈഡ് വരുന്നത്. സോ സൾഫർ കണ്ടന്റുള്ള ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുമ്പോൾ സൾഫർ കണ്ടന്റുള്ള ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? മെയിനായിട്ട് വരുന്ന കോളില്ല, കൽക്കരി ആൻഡ് ഓയിൽസ്. അപ്പോൾ ഇതാണ് നമ്മളെ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവാനുള്ള കാരണം. സോ നമുക്കറിയാം ഇതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട് ഫോർമുല എന്ന് വെച്ചാൽ SO2 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഉണ്ട്. നമ്മൾ കെമിക്കൽ ലബോറട്ടറീസിൻ്റെ അകത്തുനിന്നൊക്കെ സൾഫ്യൂരിക് ആസിഡ്സ് അത് ഉണ്ടാക്കുന്ന പ്ലാന്റ്, സൾഫ്യൂരിക് ആസിഡ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നമ്മളുടെ മാനുഫാക്ചറിങ് പ്ലാന്റ്. ചെറിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ, മാനുഫാക്ചർ നമ്മൾ സാധാരണ ചെടികളായിട്ട് കമ്പയർ ചെയ്യല്ലേ, നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ നമ്മളെ ഇൻഡസ്ട്രീസ്, സൾഫ്യൂരിക് ആസിഡ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്സ് മാത്രം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് അല്ല, നമ്മളെ പേപ്പർ ഇൻഡസ്ട്രീസ് അല്ല, പേപ്പർ ഇൻഡസ്ട്രീസ്, ഇവിടെ നിന്നൊക്കെയാണ് മെയിനായിട്ട് ഈ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവാനുള്ള ഒരു അടുത്ത കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. എന്ന് വെച്ചാൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ആണ്, എല്ലാവർക്കും അറിയാം, ടോക്സിക് ഗ്യാസ് ആണ്. അപ്പം ഇത് നമുക്ക് ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർലെസ്സും കളർലെസ്സും ആയിരുന്നു. പക്ഷെ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ തീപ്പെട്ടി കരിഞ്ഞു കഴിഞ്ഞാൽ, കത്തിക്കഴിഞ്ഞാൽ ഉള്ളൊരു മണമുണ്ടല്ലോ, അങ്ങനെ അത് നമ്മളെ ബേൺഡ്
മാച്ച് ബോക്സ് മാച്ചിന്റെ സ്മെല്ലാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തീപ്പെട്ടി കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്മെല്ല് എങ്ങനെയാണെന്ന്. ചില നമ്മളെ മൂക്കിന്റെ അടുത്ത് നിന്നൊക്കെയാണ് പെട്ടെന്ന് ഒരു കത്തിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലല്ല ഉണ്ടാവും. അപ്പോൾ ആ സെയിം ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഈ സൾഫർ ഡയോക്സൈഡിന് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഇതിൻ്റെ നമ്മളിപ്പം ഉണ്ടാവാനുള്ള കാരണം പഠിച്ചു, ഇതിൻ്റെ ഏകദേശം സ്മെല്ലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ ഈ ഒരു സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഈ സൾഫർ ഡയോക്സൈഡ് മാത്രമല്ല ഈ എയറിൻ്റെ അകത്തുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എയറിലെ വാട്ടറും ആയിട്ട് മിക്സ് ചെയ്തിട്ട് എന്താവും, SO2 കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് അത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ H2SO4 അറിയാലോ, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയും. ഇത് ഫോം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. കിങ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത് ഞാൻ മുമ്പിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കിങ് ഓഫ് ആസിഡ്സ് എന്നാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ വിളിക്കാറ് അല്ലേ. അപ്പോൾ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എയറിലുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് H2SO4 ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ പണ്ട് കെമിസ്ട്രി ലാബിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഒരുമാതിരി സ്മെല്ലല്ല, നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സ്മെല്ലാണ് ഉണ്ടാവില്ല. സോ ഇതൊക്കെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം ആസിഡ് റെയിൻ ഉണ്ടാവില്ല. ആസിഡ് റെയിൻ്റെ അകത്തുള്ള ഒരു കമ്പോണന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് പറയുന്നത് ആസിഡ് റെയിനിന് കാരണമാകാനുള്ള ഒരു വസ്തുവായിട്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ലങ്സിൻ്റെ ടിഷ്യൂസിനെയാണ് ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിനായിട്ട് നമ്മളുടെ ലങ്സിനെ തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ സൾഫ്യൂരിക് ആസിഡിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. സോ നമുക്കിനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോവാം. സൾഫ്യൂരിക് ആസിഡ് കഴിഞ്ഞാൽ അടുത്ത ആളെന്ന് പറയുന്നത് നമ്മളെ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡിനെ വെച്ചിട്ട് നമുക്ക് തേർഡായിട്ട് നമുക്ക് NO2 അല്ലെ നമ്മൾ ചില സമയത്ത് പറയും NOx എന്ന്. നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ എന്താണ്, NOx ആണ്. അതായത് നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയും. ഓക്സൈഡ്സ് NO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഡൈ ഓക്സൈഡ്സ്. നമ്മൾ NOx എന്ന് പറയുന്നത് ബേസിക്കലി ജനറലായിട്ട് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്. അത് ചിലപ്പോൾ മോണോ ഓക്സൈഡ് ആവും, അതായത് നൈട്രജൻ മോണോക്സൈഡ്, അല്ലെങ്കിൽ നൈട്രജൻ പെറോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ്സിനെ പറ്റി നോക്കാം. ഇതും ഉണ്ടാകുന്നത് മെയിനായിട്ട് എല്ലാ ഇതും ഉണ്ടാകുന്നത് എന്താണ്, ഫോസിൽ ഫ്യൂൽസിന്റെ ബേണിങ് വെച്ചിട്ടാണ്. ഫ്യൂൽസിന്റെ ബേണിങ് കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് കമ്പോസിഷനും ഒക്കെ വരുന്ന സമയത്താണ് ഇത് വരുന്നത്. അതിൻ്റെ സ്മെല്ല് എന്ന് വെച്ചാൽ ഒരുമാതിരി നാസ്റ്റി സ്മെല്ലാണ്. അതാണ് നാസ്റ്റി അല്ല ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ ലൈറ്റ്നിങ് ഒക്കെ, ഇടിമിന്നലും എന്തിൻ്റെ കാരണമാണ്, ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ചെടികളുടെ അകത്തുനിന്ന് ഈ നൈട്രിക് ഓക്സൈഡ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഫോസിൽ ഫ്യൂൽസിന്റെ ബേണിങ് മാത്രമല്ല ലൈറ്റ്നിങ്, ഇടിമിന്നലും ഇതിനൊരു കാരണമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ചെടികളുടെ അകത്ത് ഈ നൈട്രജൻ നമുക്കറിയാം, പയറിൻ്റെ അകത്തുനിന്നൊക്കെ, പയർ ചെടീൻ്റെ അകത്ത് നൈട്രജൻ നമ്മൾ പണ്ട് ബയോളജിൻ്റെ അകത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പയറിൻ്റെ ചെടികളുടെ അകത്ത് ഒരു ബബിള് പോലെ ഫോം ചെയ്യുന്നതൊക്കെ ഈ നൈട്രജൻ്റെ ഇതാണെന്ന്, ശേഖരിച്ചു വെക്കുന്നതാണെന്നൊക്കെ. പക്ഷെ അത് ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മളെ ചെടികൾ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള, ഓക്കെ, ഒരു 1% ഒക്കെയാണ് നമ്മളെ മൊത്തം സിറ്റീൻ്റെ അകത്ത് ചെടികൾ ഉണ്ടാക്കുന്ന നൈട്രിക് ഓക്സൈഡ് വരുന്നത്. അതേസമയം മെയിനായിട്ട് ഉണ്ടാകുന്നത് വെച്ചാൽ ഫോസിൽ ഫ്യൂൽസിന്റെ ബേണിങ് കൊണ്ട് തന്നെയാണ്
മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് കാരണമാണെന്ന് വെച്ചാൽ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടല്ലോ, ഫോട്ടോ കെമിക്കൽ സ്മോഗിന് ഉണ്ടാവാൻ വേണ്ടി കാരണമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഹെൽത്തിന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. ഹെൽത്തിനെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നെ അടുത്തത് നോക്കാം. നമ്മളുടെ ഇതും എന്തിനും കാരണമാകുന്നുണ്ട്, നമ്മളുടെ ആസിഡ് റെയിനിന് ഒരു റീസൺ ആണ്. ഓക്കെ, ആസിഡ് റെയിനിന്റെ ഒരു കമ്പോണന്റ് ആണ് നൈട്രസ് ഓക്സൈഡും ആസിഡ് റെയിനിന്റെ ഒരു ഭാഗമായിട്ടുള്ള. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിൻ്റെ അകത്ത് വേറൊരു സോഴ്സ് നമ്മൾ ഫോസിൽ ഫ്യൂൾസ് നമ്മളെ വണ്ടികളുടെ അകത്താണല്ലോ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെയിനായിട്ട് ഫോസിൽ ഫ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടികളുടെ അകത്തൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻജിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ മോഡിഫിക്കേഷൻ, അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് ബ്ലൂ കോർ എൻജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് എൻജിൻ മോഡിഫിക്കേഷൻ ചെയ്ത് നമുക്കിത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു കാരണം അതാണ്. നമുക്കിങ്ങനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ എൻജിൻ ടെക്നോളജി ഇതാക്കിയ ഇതും എവിടെ തന്നെയാണ് നമുക്ക് ഹ്യൂമൻ്റെ എന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ തന്നെയാണ് ഈ നൈട്രജൻ ഓക്സൈഡ്സും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് നാലാമത്തെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. നാലാമത്തെ ആളെന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് ഇതൊക്കെ പ്രൈമറി പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. ഡയറക്റ്റ്ലി ഉണ്ടാവുന്ന സാധനങ്ങൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, ഡയറക്റ്റ്ലി ഫോം ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ അതിലൊന്ന് വരുന്നതാണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺസ് നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. വിത്ത് പേര് തന്നെ ഉണ്ട്, എന്തൊക്കെയാ ഉണ്ടാവുക? വിത്ത് ഹൈഡ്രോജൻ ആൻഡ് കാർബൺ, ഹൈഡ്രോ കാർബൺ. ഓക്കെ, ഹൈഡ്രോജനും കാർബണും കൂടി ചേർന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് സ്പെസിഫിക്കലി പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോ കാർബൺസിന്റെ അറിയാലോ, ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് ഡയറക്റ്റ് പറയാം. എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഫോസിൽ ഫ്യൂൽസ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ ആരുടെ അകത്ത് ഓട്ടോമൊബൈൽസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയാനുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫോസിൽ ഫ്യൂൽസ് ഓട്ടോമൊബൈൽസിൻ്റെ അതിൻ്റെ കാരണമായിട്ടാണ് വരുന്നത്. അഞ്ചാമത്തെ ടോപ്പിക്, ഇതും ആരെ തന്നെയായിരിക്കും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ തന്നെയായിരിക്കും അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നത് മനുഷ്യന്മാരെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അതെന്താ നോക്കാം. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് സ്മോൾ പീസസ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്, അതിനാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ, വളരെ ചെറിയ പീസസ്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു വലിപ്പമൊക്കെ ഉണ്ട്. സ്മോൾ പീസസ് ഓഫ് സോളിഡ്സ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്. അതിനെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്മോൾ പീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കണക്ക് വേണമല്ലോ. ആ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മില്ലിമീറ്റർ, അതായത് നമ്മൾ കണ്ണിൽ കാണുന്ന വലിപ്പം തന്നെ ഉദ്ദേശിക്കുന്നത്.
10 mm, 10 mm എന്ന് വെച്ചാൽ 1 cm അല്ലേ. അപ്പോൾ 1 cm വരെ വലിപ്പമുള്ള പീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ 1 cm വലിപ്പമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക എയറിൽ എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടോ? 1 cm വലിപ്പമുള്ള സാധനം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ വീടുകളിലൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്നൊരു ചാരത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ പറന്ന് കളിക്കാൻ, അതിന് നമ്മൾ പേപ്പറൊക്കെ കത്തിക്കുന്ന സമയത്തും ആ പീസ് നല്ല വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പീസുകളെയാണ് നമ്മൾ പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെയാണ് നമ്മൾ ആഷ് ഫ്രം ഫയർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ്സിലൊക്കെയുള്ള ഡസ്റ്റുകൾ, ഇങ്ങനത്തെയൊക്കെയാണ് ആൾ പെർട്ടിക്കുലർ മാറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ പെയിന്റ് അടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, പെയിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ അഥവാ പുട്ടി ഇട്ടിട്ടാണ് പെയിന്റ് അടിക്കുന്നതെങ്കിൽ ആ പുട്ടി ഇട്ടിട്ട് നമ്മൾ ഉരക്കും സാൻഡ് പേപ്പർ വെച്ചിട്ട്. ആ ഉരക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് എത്ര കഴിഞ്ഞാലും അത് സെറ്റിലാവില്ല. നമുക്ക് ഇപ്പം ഇന്നാണ് അത് പുട്ടിയിട്ട് ഉരച്ചെങ്കിൽ നാളത്തേക്ക് പിന്നെയും ഉണ്ടാവും ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ നിലത്ത്, അവിടെ ഇവിടെ നമ്മുടെ സാധനങ്ങളുടെ മുകളിൽ, അലമാരൻ്റെ മുകളിലൊക്കെ അതിങ്ങനെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത്രയും ഇപ്പോൾ പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകി നടക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇതും എന്താണ് പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കെമിക്കലൊന്നും അല്ലല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മളെ ശ്വാസകോശത്ത് പോയിട്ട് അവിടെ സെറ്റിലായിട്ട് നിൽക്കും. ഓക്കെ, അത് അവിടെ കുടുങ്ങിക്കിടക്കും. സാധാരണ എയറിനെ ഇൻടേക്ക് എടുക്കാൻ മാത്രമല്ല നമ്മൾ ശ്വാസകോശം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ സെറ്റിലായിട്ട് നിൽക്കും. പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് നമ്മൾ ശ്വാസകോശത്തിൽ ലെങ്ത് കയറിയിട്ട് അവിടെ സെറ്റിൽ ചെയ്യില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുള്ള മെയിൻ പ്രശ്നം എന്തായിരിക്കും നേരത്തെ, അതിങ്ങനെ ഒരു സാധനം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനത്തെ വസ്തുക്കൾ എന്ന് വെച്ചാൽ കാർസിനോജൻസ് എന്ന് പറയുന്നത്, അത് ക്യാൻസറിന് ബാധകമാവാനുള്ള കാരണമാകാനുള്ള ഒരു ഐറ്റമായിട്ട് അവിടെ മാറും. അപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് നോക്കിയാൽ അവർ ഈ പർട്ടിക്കുലർ മാറ്റേഴ്സ് തന്നെയല്ലേ വലിച്ചു കയറ്റുന്നത്. അതായത് നമ്മൾ താറെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ സിഗരറ്റ് ബേൺ ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ അതവിടെ ഡെപ്പോസിറ്റ് ആയി അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുന്നൊക്കെ. അപ്പം ഈ കാർസിനോജൻസ് ആയിട്ടാണ് നമ്മളിതിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് സെക്കൻഡറി പൊല്യൂട്ടൻസിലേക്ക് പോകാം. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി പൊല്യൂട്ടൻസും ഒന്ന് കൂടുതൽ പ്രൈമറി പൊല്യൂട്ടൻസ് മിക്സ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈമറി പൊല്യൂട്ടൻസ് സൺലൈറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് കുറേ കാലത്തെ ഇൻ്ററാക്ഷൻസ് കാരണം പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം ആവാം. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ട് നോക്കാം. സെക്കൻഡറി പൊല്യൂട്ടൻസ് ഞാൻ പറഞ്ഞു, ഓൾറെഡി പ്രൈമറി ആയിട്ടുള്ള പൊല്യൂട്ടൻസ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാരണം നമ്മൾ സൺലൈറ്റ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഐറ്റംസിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിലൊന്ന് നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ അറിയാലോ, O3. ഞാൻ ഇതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ് എന്ന് പറയും. പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്. അസിറ്റൈലാണ് ഇവിടെ എന്തോ പ്രശ്നം വന്നിട്ടാണ്. ഓക്കെ, അസിറ്റൈൽ നൈട്രേറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ PAN എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ് അല്ലെങ്കിൽ PAN. പിന്നെ ഉള്ളതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്.
ഫോട്ടോകെമിക്കൽ സ്മോഗ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മറ്റേ ഇതൊക്കെ എയറോസോൾ, നമ്മളെ മിസ്റ്റൊക്കെ ഇല്ല, എയറോസോൾസ് അല്ലെങ്കിൽ മിസ്റ്റ്, എയറോസോൾസ് ആൻഡ് മിസ്റ്റ്. അപ്പൊ പേര് കേട്ടിട്ട് ഞെട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം H2SO4. നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ എയറുമായിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? സെക്കൻഡറി പൊല്യൂട്ടന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അത് അന്തരീക്ഷത്തിലെ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായി വരുന്നതല്ല, നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണം. അപ്പൊ ആസിഡ് റെയിൻസ് ഇതിനൊക്കെയുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം, കൺസിഡർ ചെയ്യാം. സോ നമുക്ക് 1 by 1 പോവാം. നമുക്ക് ഓസോൺ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ലെവൽ ഓസോൺ, അത് ഒന്നാമത്തെ സ്ഥാനം ഓസോൺ, അതായത് O3. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ഓസോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഹൈഡ്രോ കാർബൺസും പിന്നെ ഓക്സിജൻ ആറ്റംസും കൂടി റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് നമ്മളുടെ ഓസോൺ O3 എന്ന് പറയുന്നത്. ആരുമായിട്ട്? നമ്മളെ സൺലൈറ്റുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓസോൺ ഉണ്ടാകുന്ന മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നൈട്രോജൻ ഓക്സൈഡ്സ് ഉണ്ടല്ലോ, അതായത് NOx, ഓക്കെ, NOx പ്ലസ് നമ്മളുടെ ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കൂടി മിക്സ് ചെയ്തിട്ട് ആരുടെ എഫക്റ്റില്? സൺലൈറ്റില് മിക്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ഗ്രൗണ്ട് ലെവൽ ഓസോൺ അഥവാ O3 എന്ന് പറയുന്നത്. ഓക്കെ, O3 എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മള് നമുക്ക് 2 സ്ഥലം ഉണ്ടല്ലോ. സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, അതായത് മുകൾ ഭാഗം, നമ്മളെ ശൂന്യാകാശം എന്നൊക്കെ പറയുന്ന സ്ഥലം. സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, പിന്നെ ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ഭാഗം, അതായത് നമ്മളെ ഗ്രൗണ്ട്, നമ്മളെ ഭൂമിയുള്ള സ്ഥലം, നമ്മളൊക്കെ ഉള്ള സ്ഥലം. അപ്പം ഈ 2 സ്ഥലത്തുള്ളതെന്ന് വെച്ചാൽ ഓസോൺ ഉണ്ടാവുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ അത് നമുക്ക് നല്ലതാണ് അല്ലെ. അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഓസോൺ നല്ലത്. അപ്പൊ അത് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ വലിയൊരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതേ സാധനം നമ്മളെ ട്രോപ്പോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ, അത് നമ്മളെ ഭൂമിയായിട്ട് ചേർന്നിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അത് നമ്മളെ റെസ്പിറേറ്ററി പ്രോബ്ലംസിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാധനം. അപ്പം നമുക്കറിയാം ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റാണ് നമ്മളുടെ സ്ട്രാറ്റോസ്ഫിയർ അല്ലെ. അതാരും ഉണ്ടാക്കി അവിടെ കൊണ്ട് വെച്ചതല്ലല്ലോ, നാച്ചുറലി ഉണ്ടായതാണ്. പക്ഷെ ഭൂമിയിൽ ഉണ്ടാകുന്ന സമയത്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. സോ നമുക്ക് നമ്മൾ ട്രോപ്പോസ്ഫറിക് ഓസോണിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഇല്ല മെയിനായിട്ട്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധനമാണ് ഓസോൺ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓസോൺ അല്ലാണ്ട് പിന്നെയുള്ളത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ് നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്. സോ വാട്ട് ഈസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നുള്ള കാര്യം നോക്കാം. അതായത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടല്ലോ, അത് നൈട്രജൻ ഓക്സൈഡ്സ്, ഓസോൺ, ആൽഡിഹൈഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഇത് സൺലൈറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു തരിതരി പോലത്തെ ഐറ്റംസിനെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇപ്പം മെയിനായിട്ട് തരിതരി പോലത്തിന് ഉള്ളതായത് കൊണ്ട് തന്നെ എവിടെയായിരിക്കും നമ്മളെ മെയിൻ പ്രശ്നം? നമ്മളെ റെസ്പിറേറ്ററി പ്രശ്നം ഉണ്ടാവും, അതേസമയം തന്നെ നമ്മളെ കണ്ണിനും ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ കത്തിക്കുന്നിടത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കണ്ണിനൊക്കെ ഒരുമാതിരി ഇറിറ്റേഷൻ ആയിരിക്കും. സോ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സ്ചറാണ് ഇതിൻ്റെയൊക്കെ, നമ്മൾ ഈ പഠിച്ച സാധനങ്ങളുടെയൊക്കെ മിക്സ്ചറാണ്. അത് മിക്സ്ചർ ഓഫ് പൊല്യൂട്ടൻസ്. ഏതൊക്കെ പൊല്യൂട്ടൻസ്? നമുക്ക് അറിയുന്ന എല്ലാ സാധനങ്ങളുടെയും പേരങ്ങ് പറഞ്ഞെടുക്കുക. പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്,
particulate matters, നൈട്രജൻ ഓക്സൈഡ് NOx, അതേപോലെ തന്നെ നമ്മൾ ഓസോൺ O3, പിന്നെ ആൽഡിഹൈഡ്സ്, ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാൻ, അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കളർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു ബ്രൗണിഷ് കളറിലേക്ക് തോന്നാം. അപ്പൊ ഈ സ്മോഗ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ബ്രൗൺ കളർ കൂടി ഒരുമാതിരി ഇരുട് പിടിച്ച പോലത്തെ ഒരു ഐറ്റംസ് ആയിരിക്കും. സോ അതും നമ്മളുടെ എന്തായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളുടെ എയറോസോയിൽസ് അല്ലെങ്കിൽ നമ്മളെ മിസ്റ്റ്. ഓക്കെ, എയറോസോൾസ് ആൻഡ് മിസ്റ്റ്, അഥവാ നമ്മളതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മളുടെ H2SO4. സോ നമുക്ക് അവിടത്തേക്ക് പോകും. എയറോസോൾസ് അല്ലെങ്കിൽ മിസ്റ്റ് എന്ന് വെച്ചാൽ സസ്പെൻഡഡ് ഡ്രോപ്സ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ എയർ. ഓക്കെ, എയർ സസ്പെൻഡഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. H2SO4 എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടല്ലോ, സസ്പെൻഡഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്, ഓർ സോളിഡ് പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ എയറോസോൾസ് ആണ്. മിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. എന്തിനാ, കണ്ടൻസേഷനിൽ നമ്മളെ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എയറോസോൾസ്. അതേപോലെ തന്നെ മിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മിസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. ഏതിൻ്റെ, വിച്ച് ആർ ഫോംഡ് ബൈ കണ്ടൻസേഷൻ ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറുമായിട്ട് ചേർന്നിട്ട് കണ്ടൻസേഷൻ പ്രോസസ്സ് വഴി ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ് ഫോംഡ് ബൈ കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിനെ ഞാൻ തൽക്കാലം ATM എന്ന് വെച്ചിട്ട്. അപ്പോൾ എയറോസോൾ മിസ്റ്റ് എന്ന് വെച്ചാൽ ഫൈൻ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ദാറ്റ് കനോട്ട് ബി എഫക്റ്റീവ്ലി റിമൂവ്ഡ് യൂസിങ് ട്രഡീഷണൽ സ്ക്രബ്ബേഴ്സ്. സാധാരണ നമ്മളെ ട്രഡീഷണൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, എയറോസോൾസ് അല്ലെങ്കിൽ മിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് H2SO4. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആർക്ക് കാരണമാകുന്നത്, ആസിഡ് റെയിനൊക്കെ കാരണമായി മാറുന്ന റൈറ്റ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഇമ്പാക്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് നമ്മൾ ഓൺ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ്, നമുക്ക് മനുഷ്യന്മാർക്കും അതേപോലെ തന്നെ നമ്മളെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ അതിന് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ളത്. കുറച്ച് നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെ നോക്കാം. ഓക്കെ, കാർബൺ മോണോക്സൈഡ് എന്തൊക്കെയായിരിക്കും ചെയ്യുക, എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്തും നമ്മൾ നോക്കും, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റും നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഇമ്പാക്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഓൺ വെജിറ്റേഷൻ. അതായത് നമ്മൾ ചെടികളിൽ എങ്ങനെയാണ് ഇത് പ്രശ്നമായിട്ട് മാറുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ തുടക്കം തന്നെ SO2 വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. SO2 എന്നിടാൻ കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ടാണ്. സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വന്നത്
നൈട്രജൻ ഓക്സൈഡ്സ് അല്ലെങ്കിൽ NO2 നൈട്രോജൻ ഡയോക്സൈഡിലേക്ക് പോയി. അതും ആസിഡ് റെയിനൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ നോക്കിയത് ഹൈഡ്രോ കാർബൺസ് ആണ്. നമുക്കറിയാം ഹൈഡ്രജനും കാർബണും കൂടി മിക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പഠിച്ച പർട്ടിക്കുലർ മാറ്റേഴ്സ് ആണ്. പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ 2.5 millimeter തൊട്ടിട്ട് 10 millimeter വരെ വലിപ്പമുള്ള പീസസ്, സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ് പീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കി സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. സെക്കൻഡറി പൊല്യൂട്ടൻസിനകത്ത് നമ്മൾ ഓസോൺ ഉണ്ട്, പെറോക്സി അസിറ്റിലിൻ നൈട്രേറ്റ് പാൻ ഉണ്ട്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ട്, എയറോസോൾസ് ആൻഡ് മിസ്റ്റ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജനുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതറിയാം നൈട്രേറ്റ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നൈട്രിക് ഓക്സൈഡ്സും നമ്മളെ അറ്റ്മോസ്ഫിയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ പാൻ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും എഫക്ട്സ് ഒക്കെ സെയിം തന്നെ. മനുഷ്യന്മാരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പ്രശ്നമാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ. പിന്നെ നമ്മൾ നോക്കി ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് നോക്കി. ഓസോൺ ഉണ്ടാകുന്നത് നൈട്രജൻ ഓക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട്സും ചേർന്നിട്ടാണ്. നമ്മൾ ശരിക്കും പറയുന്നത് വെറുതെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതിന് പകരം ഞാനൊരു ടേം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. വൊളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നിട്ട് എന്തെങ്കിലും VOC എന്ന് പറയും. വൊളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നിട്ട് നമുക്ക് മാർക്ക് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതിന് പകരം വൊളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടാൻ, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻസർ പേപ്പറിൽ കുറച്ചുകൂടെ ഭംഗിയുള്ള രീതിക്ക് പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉപകാരപ്പെടും. പിന്നെയുള്ളതാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. പിന്നെ എയറോസോൾസ് അല്ലെങ്കിൽ മിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ സൾഫ്യൂരിക് ആസിഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം അത് എന്തിനാ കാരണമാകുന്നുണ്ട്, ആസിഡ് ഡ്രിങ്ക്സിന് റീസണാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്.